സാർ, നമ്മുടെ ഇന്നത്തെ നമ്മുടെ രണ്ടാമതൊരു വിഷയം എന്ന് പറയുന്നത് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ അവരുടെ പാർട്ടി കോൺഗ്രസ് മധുരയിൽ വരാൻ പോവുകയാണ്. അപ്പോ അവരിപ്പോ ഒരു തീരുമാനം, അതായത് ഇന്ന് പ്രകാശ് കാരാട്ട് അവരുടെ ഇപ്പോൾ കോർഡിനേറ്റർ ആണല്ലോ, പോളിറ്റ് ബ്യൂറോയിലെ കോർഡിനേറ്റർ ആണ് പ്രകാശ് കാരാട്ട്. പ്രകാശ് കാരാട്ടുമായി ഈ ചില പത്രപ്രവർത്തകർ നടത്തിയ അഭിമുഖത്തിൽ പ്രകാശ് കാരാട്ട് പറഞ്ഞിരിക്കുന്നു, അതായത് ഇന്ത്യ സഖ്യം എന്നതിൽ കോൺഗ്രസുമായിട്ട് CPM-നുണ്ടായിരുന്ന ബന്ധം വിച്ഛേദിക്കുന്നു. ഞങ്ങൾ അവരുമായി ആ ഇലക്ഷൻ സമയത്തുണ്ടായിരുന്ന ബന്ധം മാത്രമേ ഉള്ളൂ. ഇനി ഞങ്ങൾ ശത്രുക്കളാണ്. അതായത് ഞങ്ങൾക്ക് ഇനി രാഷ്ട്രീയ എതിരാളികളാണ് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ, പാർട്ടി കോൺഗ്രസിൽ സീതാറാം യെച്ചൂരി എന്ന അവരുടെ പഴയ ജനറൽ സെക്രട്ടറിയുടെ മരണശേഷം CPM എന്ന് പറയുന്ന പാർട്ടി അവരുടെ സെൻട്രൽ കമ്മിറ്റിയിൽ അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോയിൽ കേരള ഘടകത്തിന്റെ ഒപ്പം നിൽക്കുന്നു. പ്രകാശ് കാരാട്ട് എപ്പോഴും കേരള ഘടകത്തിൽ പിണറായി പക്ഷത്തോടൊപ്പം നിൽക്കുന്ന ആളാണ്. അങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ വെറും ഒരു സ്റ്റേറ്റിൽ മാത്രം ഭരിക്കുന്ന ഈ CPM എന്ന് പറയുന്ന പാർട്ടി കോൺഗ്രസ് പോലും ഇല്ലാതെ ഈ ഇന്ത്യയിൽ എന്ത് പ്രതിപക്ഷമായി ഇരിക്കാനാണ് ഇവർ പോകുന്നത്? എന്താണ് ഇവർ ഈ പറയുന്നത്? അതിൽ എന്ത് അർത്ഥമാണ്? BJP മൂന്നാം തവണ ഇന്ത്യ ഭരിക്കുന്നു. ഇവർ വർഗീയ ശത്രുവെന്നും RSS എന്നും അങ്ങനെയെന്നും ഇങ്ങനെയെന്നും ഒക്കെ പറയുമ്പോൾ ഒറ്റയ്ക്ക് ഈ CPM എന്ത് കാണിക്കാൻ പോകുന്നു? ഞാൻ സാറിനോട് എന്റെ സർവ്വമര്യാദയോട് തന്നെയാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. എന്ത് കാണിക്കാൻ CPM പോകുന്നു എന്ന് മാത്രം എനിക്കൊന്ന് സാറ് ചുരുക്കി പറഞ്ഞാൽ മതി. എന്താണ് അവരുടെ ഉദ്ദേശം? അതിന് മറുപടി പറയുമ്പോൾ വളരെ ഗൗരവപൂർവ്വമുള്ള ചില വിഷയങ്ങൾ ഉയർത്തി കാണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പറയണം സാർ. ഞാൻ എഴുതിയ ഒരു പുസ്തകത്തിലെ ലേഖനത്തിൽ എൻ്റെ ഒരു ചോദ്യമുണ്ട്. സഖാക്കളെ, നിങ്ങൾ ഓർക്കുക, നിങ്ങൾ എങ്ങനെ ഇങ്ങനായെന്ന്. ആ ചോദ്യത്തിനകത്ത് അത് ചോദിക്കുമ്പോൾ ഞാൻ ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായിരുന്നില്ല, ഇപ്പോഴും അല്ല. ഭാരതത്തിന്റെ രാഷ്ട്രീയത്തിലും ലോകത്തിന്റെ രാഷ്ട്രീയത്തിലും കമ്മ്യൂണിസം ഉയർത്തിപ്പിടിക്കുന്ന ചില ആശയങ്ങൾക്ക് പ്രസക്തി ഉണ്ടെന്നും കമ്മ്യൂണിസം ഉയർത്തിപ്പിടിക്കുന്ന ചില ആശയങ്ങൾക്ക്, ഞാൻ ആവർത്തിക്കുന്നു, പ്രസക്തി ഉണ്ടെന്നും അതിന് അവസാനം അത് കാലഹരണപ്പെട്ടു പോകാതിരിക്കേണ്ടത് ലോകത്തിന്റെ ആവശ്യമാണെന്നും കരുതുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷേ കക്ഷി രാഷ്ട്രീയത്തിലേക്ക് വരുമ്പം ഭാരതം കണ്ട, അതിലുമുപരി കേരളം കണ്ട കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് തീർത്തും അവസരവാദത്തിന്റെ കക്ഷി രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഒരു പുസ്തകത്തിൽ ഞാൻ കൊടുത്ത പുസ്തകത്തിന്റെ പേര് കൊടുത്തിരിക്കുന്നത് ഭാരതത്തിലെ കമ്മ്യൂണിസം ജനിതക മാറ്റം വന്ന അന്തകവിത്ത. ഇത് പറയുന്നതിന് കാരണമുണ്ട്, സമയക്കുറവിൽ നമുക്ക് ചർച്ച ചെയ്യണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ തുടക്കത്തോടെ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത്, ഭാരതം എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തെ, ഭാരതത്തിന്റെ ദേശീയതയെ ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അതിനും അവര് എന്നും ചെയ്യുന്നത്, അവര് ആദ്യം സോവിയറ്റ് യൂണിയൻ കൂടെ നിന്നു. സോവിയറ്റ് യൂണിയൻ ശരിക്കും അവരെ ചതിച്ചു. MN റോയിയെയും അബരി ചക്രവർത്തിയെയും ഒക്കെ ഇല്ലാതാക്കി. വിശദമായി ചർച്ച ചെയ്യാൻ നമുക്ക് സമയമില്ല. സ്വതന്ത്ര ഭാരതം വന്നപ്പം സോവിയറ്റ് യൂണിയനോട് ചേർന്ന് നിന്ന് ഭരണം പിടിക്കാൻ നോക്കി. അതിനു മുമ്പ് തന്നെ ആദ്യം EMSനെയും AKയെയും കൃഷ്ണപിള്ളയും ഒക്കെ പോലും അവര് കോൺഗ്രസിലായിരുന്ന കാലത്ത് 1935 വരെ അവരെയൊക്കെ ദേശീയ ബൂർഷ്വാ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിട്ടാണ് കണ്ടിരുന്നത്. ഭരണം മാറും, ഒരുപക്ഷെ കോൺഗ്രസിലേക്ക് എന്തെങ്കിലും ഭരണം എത്തും എന്ന് കണ്ടപ്പം അധികാരം കിട്ടാൻ സാധ്യതയുള്ള നെഹ്റുവിനോടൊപ്പം നിന്ന, നെഹ്റുവിന്റെ തണലിൽ നിന്നിരുന്ന EMSന്റെയും AKജിയുടെയും കൃഷ്ണപിള്ളയുടെയും കൂടെ ചേർന്നു. അത് കഴിഞ്ഞു, സ്വാതന്ത്ര്യം കിട്ടി. അക്കാലത്ത് തന്നെ ചതിവിന്റെ ചരിത്രം ആരംഭിച്ചു. ആദ്യം നോക്കി രാജ്യത്തെ പല 17 പാകിസ്ഥാൻ പോലെ 17 രാജ്യങ്ങളായിട്ട് പൊളിച്ചു കഴിഞ്ഞാൽ, ഓരോ കഷണം പിടിച്ചെടുത്താൽ സോവിയറ്റ് യൂണിയനിലൂടെ ആക്കാമെന്ന് കരുതി. അത് നടന്നില്ല. അവസാനം ചൈനയുടെ കൂടെയായി, ചൈനയുടെ ചാരന്മാരായിട്ട് മാറി. അവിടെയും പരാജയപ്പെട്ടു. കാരണം ചൈനയ്ക്ക് കൂടുതൽ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് മറ്റു പല മാർഗങ്ങളും നോക്കിയവര് അവസാനം നമുക്കറിയാം, രാഹുൽ ഗാന്ധിയായിട്ട് കരാർ വരെ ഒപ്പിട്ടു ചൈനയ്ക്ക് അവരുടെ കാര്യം നേടാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ മാത്രമല്ല
രാഹുൽ ഉൾപ്പെടെയുള്ളവരുണ്ട്. അതൊക്കെ ഒരു ഘടകം. ഇതൊക്കെ അവരുടെ അവസരവാദ രാഷ്ട്രീയത്തിന്റെ പൊതു സ്വഭാവം. പിന്നെ നമ്മൾ അടുത്തു കണ്ട രാഷ്ട്രീയം വർഗ സമരത്തിന്റെ രാഷ്ട്രീയം വിട്ട വർഗീയതയുടെ രാഷ്ട്രീയത്തിലേക്ക്, വർഗീയ പ്രീണനത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് വന്ന് പിണറായി വിജയനിൽ നിന്ന് മുഹമ്മദ് റിയാസിലേക്ക് അധികാരം കൊണ്ട് കൊടുക്കാം എന്ന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് അവര്. അതാണ് വർഗീയ പ്രീണനത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ചരിത്രം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ ചരിത്രം. ഇനിയും ഞാൻ അങ്ങ് ചോദിച്ച കോൺഗ്രസുമായിട്ടുള്ള ബന്ധം, കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വിചിത്രമാണ്. കോൺഗ്രസ് ഭാരതത്തിന്റെ പ്രതിരോധത്തിന് നിന്ന കാലത്ത് നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ നെഹ്റുവിനെ ചതിച്ചു, നെഹ്റുവിനെതിരെ ചാരപ്പണി ചെയ്തു. ഇന്ദിരാഗാന്ധി ശക്തയായപ്പം ഇന്ദിരാഗാന്ധിയെയും എതിർക്കുന്നതിന് EMS തയ്യാറായി. EMS എന്ന് പറഞ്ഞെന്താ, ഏത് ചെകുത്താനെ കൂട്ടുപിടിച്ചും ഇന്ദിരയുടെ ഭരണത്തെ അവസാനിപ്പിക്കുമെന്ന്. കാരണം അന്ന് ഇന്ദിരയാണ് ഭാരതത്തെ പ്രതിരോധിക്കുന്നതിന് ശക്ത എന്ന് അദ്ദേഹം ധരിച്ചു വെച്ചു. അതിനുശേഷമോ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായപ്പം, ഞാൻ പെട്ടെന്ന് മുന്നോട്ട് വരികയാണ്, ഇടയ്ക്കുള്ള കാലത്ത് പലതും പറയാറുണ്ടെങ്കിലും, നരേന്ദ്രമോദിക്ക് ഭാരതത്തെ വളർത്താനും ചൈന പോലുള്ള ശത്രു രാജ്യങ്ങളിൽ നിന്നും പാകിസ്ഥാൻ പോലുള്ള ശത്രു രാജ്യങ്ങളിൽ നിന്നും പ്രതിരോധിക്കാനും കഴിയും എന്ന വിശ്വാസം ഭാരതത്തിലെ ജനങ്ങൾക്ക് അദ്ദേഹത്തിനൊപ്പം എത്തുമ്പം ഇവർക്കത് ഭയമാണ്. ശത്രുവായ ചൈനയെ ആക്രമിക്കാൻ വരുമ്പോൾ ശത്രുവും ഇവരുടെ മിത്രവുമായ ചൈനയും പാകിസ്ഥാനും ഒക്കെ ആക്രമിക്കാൻ വരുമ്പം ശക്തമായ ഒരു ഭാരത ഭരണകൂടം ഉണ്ടാകുന്ന രാഷ്ട്രീയത്തെ അവർ ഭയപ്പെടുന്നു. അതാണ് അവരിന്ന് പ്രതിപക്ഷത്ത് നിൽക്കുന്ന സോണിയ ഉൾപ്പെടെയുള്ളവരെ പിന്തുണയ്ക്കുന്നതിന് കാരണം. ഒരു ഭാഗം അത്. അടുത്ത ഭാഗം സീതാറാം യെച്ചൂരിയുടെ കാര്യം അങ്ങ് പറഞ്ഞു. സീതാറാം യെച്ചൂരിയുടെ പ്രധാന ജോലി എന്തായിരുന്നു? നേപ്പാൾ എന്നുള്ള ഭാരതത്തിന്റെ എക്കാലത്തെയും സുഹൃത്ത് രാഷ്ട്രത്തെ ഭാരതത്തിൽ നിന്ന് പിടിച്ചു മാറ്റി നേപ്പാളിലെ ഭാരത വിരുദ്ധരെ സംഘടിപ്പിച്ച് അവരെ ചൈനയ്ക്ക് അനുകൂലമാക്കുന്നതിന് യെച്ചൂരി നടത്തിയ പരിശ്രമം അവര് ഭാരതത്തിൽ അത്ര നാൾ വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരു 15 MP മാർക്സിസ്റ്റ് പാർട്ടിക്ക് കിട്ടുമായിരുന്നു. അതാണ് യെച്ചൂരിയുടെ ചരിത്രം. ഇനി പ്രകാശ് കാരട്ടിലേക്ക് വരാം. പ്രകാശ് കാരട്ട് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സീതാറാം യെച്ചൂരിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പം അദ്ദേഹത്തിന് ആ കമ്മ്യൂണിസ്റ്റ് പ്രതിബദ്ധത, പ്രത്യയശാസ്ത്രപരമായ പ്രതിബദ്ധത കൂടുതലുള്ളയാളാണ്. അവിടെ അങ്ങ് പറഞ്ഞ ഒരു കാര്യത്തിൽ തിരുത്തൽ വേണ്ടി വരുന്നു. പക്ഷെ പിണറായി വിജയനും കൂടുതലും ആ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രമായി യാതൊരു ബന്ധവുമില്ല. ഇപ്പൊ കമ്മ്യൂണിസത്തെ ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായ ഫാസിസ്റ്റ് പിണറായിക്ക് പ്രകാശ് കാരട്ട് ഒരു പറ്റിയ കൂട്ടുകാരനാകും എന്ന് കരുതാൻ പോലും പറ്റില്ല. പക്ഷേ പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പിസത്തിന്റെ പേരിൽ അങ്ങനെ സംഭവിച്ചേക്കാം. പക്ഷെ അതൊരു പാർട്ടിക്കുള്ളിലുള്ള കാര്യം. ഇപ്പൊ കേൾക്കുന്നത് ബൃന്ദാ കാരറ്റോ MA ബേബിയോ ആയിരിക്കും പാർട്ടിയുടെ സെക്രട്ടറി ആകാൻ പോകുന്നതാണ്. MA ബേബിയെ കുറിച്ച് വ്യക്തമായ ഒരു വാചകം ഞാൻ പറയാം. കേരള രാഷ്ട്രീയത്തിലെ വർഗീയതയുടെ, കൃത്യമായ ഹിന്ദു വിരുദ്ധ വർഗീയതയുടെ മുഖമാണ് MA ബേബി. ആ ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആവുകയാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വരാനിരിക്കുന്ന ദുരന്തം ഇന്ന് തന്നെ സംഭവിക്കും എന്നുള്ളതാണ് നടക്കാൻ പോകുന്നത്. അടുത്തത് ബൃന്ദാ കാരട്ടാണ് വരുന്നതെങ്കിൽ ബൃന്ദാ കാരട്ട് വന്നാലും ഇനി പ്രകാശ് കാരട്ടിന് തന്നെ ഒരു സന്ദർഭം കിട്ടിയാലും കാര്യമായ ഒരു മാറ്റം വരാൻ പോണില്ല. കാരണം അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ യെച്ചൂരി അച്യുതാനന്ദ പക്ഷത്തായിരുന്നപ്പം കാരറ്റ് ഇദ്ദേഹത്തിന് പിണറായിയുടെ കൂടെയായിരുന്നു. കേരളത്തിൽ ഔദ്യോഗിക ഘടകത്തോടൊപ്പം. അതെ, പറയണം സാർ. അതുകൊണ്ട് തന്നെ ബൃന്ദാ കാരട്ട് ജനറൽ സെക്രട്ടറി ആയാലും, ഇന്നലെ വേറൊരു കാര്യം പ്രകാശ് കാരറ്റ് പറഞ്ഞു, ആർക്കെങ്കിലും പ്രായപരിധിക്ക് ഇളവ് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ജനറൽ സെക്രട്ടറി ആവുന്നതിന് തടസ്സമില്ല എന്ന് പറഞ്ഞാൽ താൻ റെഡിയാണ്. ഒരിളവ് എനിക്കോ എന്റെ പാർട്ടിക്കോ തന്നാല്
ഞങ്ങൾക്ക് ജനറൽ സെക്രട്ടറി ആയിരുന്നേക്ക് കുഴപ്പമില്ലെന്ന്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് തന്നെയോ സ്വന്തം ഭാര്യയ്ക്കോ അല്ല ഒരിടത്ത് അവിടെ പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ ഭാര്യ ജനറൽ സെക്രട്ടറി, ഇവിടെ പിണറായി മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പിണറായിയുടെ മരുമകൻ മുഖ്യമന്ത്രിയോ, രണ്ട് കുടുംബത്തിനും തകരാറില്ലാത്ത ഒരു പരസ്പര ധാരണയായിട്ട് പോകാമെന്നാണ് ഇവര് കരുതുന്നെങ്കിൽ അത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാരതത്തിലെ ശവപ്പെട്ടിയുടെ അവസാനത്തെ ആണിയായിരിക്കും എന്നുള്ളത് യാതൊരു സംശയം വേണ്ട. വീണ്ടും കോൺഗ്രസിന്റെ പിന്നാലെ പോയാല് ഒരു ഘട്ടത്തിലും പ്രത്യയശാസ്ത്ര ആശയപരമായിട്ടോ ജനാധിപത്യത്തിന്റെ പ്രായോഗിക വശങ്ങൾ വെച്ച് പറയുമ്പോഴോ കോൺഗ്രസിന്റെ പാലാകാൻ പോയാൽ കമ്മ്യൂണിസത്തിന് ഭാവിയില്ല. അത് തൂങ്ങിച്ചാകുന്നതിന്റെ കാല തൂങ്ങി എന്ന് പറയുന്ന പോലാവും. നേരെ കുറച്ച് ഇന്നും ശൂന്യതയിൽ നിന്ന് ആരംഭിക്കേണ്ടി വരും. 1-2 MP മാത്രമുള്ള മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ പ്രത്യയശാസ്ത്ര മൂല്യങ്ങളിലേക്ക് തിരിച്ചു പോയിട്ട് അധസ്ഥിത സുഖത്തിന് വേണ്ടിയുള്ള പോരാട്ടം തുടങ്ങുകയാണെങ്കിൽ ഭാരതത്തിൽ ഇന്നും അവർക്ക് പ്രസക്തിയുണ്ട്, അവർക്ക് പ്രവർത്തിക്കാൻ ഇടമുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് അവസരവാദത്തിന്റെ വർഗീയവാദത്തിന്റെ ഹിന്ദു വിരുദ്ധ വർഗീയതയുടെ രാഷ്ട്രീയം അവസാനിപ്പിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ പ്രത്യയശാസ്ത്ര മൂല്യങ്ങളിലെ ജനാധിപത്യ ഭാഗങ്ങളിലേക്ക് തിരിച്ചു പോയാൽ അവരിന്ന് അനുവർത്തിച്ചു വരുന്ന ഫാസിസ്റ്റ് സമീപനം, ഏകാധിപത്യ സമീപനം, എതിരാളികളെ ഉന്മൂലനം ചെയ്യുന്ന രീതി, അതൊക്കെ അവസാനിപ്പിച്ചാൽ അവർക്ക് ഇനിയും പ്രസക്തി ഉണ്ടായേക്കാം. പക്ഷെ അതിനുള്ള സാധ്യത തന്നെ കാണും എന്നുള്ളതാണ് സത്യം. ആവട്ടെ സാർ, നമ്മൾ ചോദിച്ച വിഷയത്തിൽ പ്രതികരിച്ചതിൽ വളരെ സന്തോഷം. നന്ദി. താങ്ക് യു സാർ.